പത്തനംതിട്ട തിരുവല്ലയിൽ ഓസ്ട്രേലിയൻ തത്തയുടെ കാലിൽ സ്റ്റീൽ വളയം കുടുങ്ങി. തത്ത ചെറുതായിരുന്നപ്പോൾ കാലിൽ ഇട്ടുകൊടുത്ത വളയമാണ് വിനയായത്. ബഫേൽപടി IPC ചർച്ചിലെ പാസ്റ്റർ ആൽബിൻ ടി റിജോയുടേതാണ് തത്ത. വിശദാംശങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുകയാണ്. ദൃശ്യങ്ങളിൽ എന്താണെങ്കിലും അത് മുറിച്ചു മാറ്റാനുള്ള ശ്രമം നടക്കുന്നത് നമുക്ക് കാണാം. ശ്രീരാജിനോട് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. ശ്രീരാജ്, ഈ വളയം പൂർണ്ണമായി മുറിച്ചു മാറ്റാൻ സാധിച്ചോ? എന്താണ് വിവരങ്ങൾ? സംഗീത, ഈ വളയം പൂർണ്ണമായും മുറിച്ചു മാറ്റിയിട്ടുണ്ട്. മറ്റ് പരിക്കുകളോ ഒന്നും കൂടാതെ തന്നെ ആ വളയം പൂർണ്ണമായും മുറിച്ചു മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇത് വളരെ ചെറുപ്പത്തിൽ അതായത് ഈ തത്തയ്ക്ക് 1 മാസം പ്രായമായപ്പോഴാണ് ഈ പാസ്റ്ററായ ആൽബിൻ ടി റിജോ തത്തയെ വാങ്ങുന്നത്. ആ സമയത്ത് തന്നെ തത്തയുടെ കാലിൽ ഈ വളയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തത്ത വലുതായി ഇപ്പോൾ 6 മാസം പിന്നിട്ടിരിക്കുന്നു. 6 മാസം പിന്നിട്ടപ്പോൾ ഈ കാല് സ്വാഭാവികമായും വലുതായതിനെ തുടർന്ന് തന്നെ ഈ വളയം മുറുകി. പക്ഷെ ഇത് പിന്നീട് ഊരി മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയും കാലിന് ഈ വളയം കിടക്കുന്നത് കാലിന് വലിയ നീര് ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഇവർ ഈ വളയം ഊരാൻ ശ്രമിച്ചത്. പക്ഷെ അത് സാധിക്കാതെ വന്നതോടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. അവർ ഉടൻ തന്നെ എത്തി ഈ വളയം മറ്റ് പരിക്കുകളോ ഒന്നും തന്നെ കൂടാതെ മുറിച്ചു മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊരു ഓസ്ട്രേലിയൻ ഇനത്തിൽപ്പെട്ട ഒരു തത്തയാണ്. എന്തായാലും വലിയ ആശ്വാസമാണ് എന്ന് ഈ ആൽബിൻ ടി റിജോയും പറയുന്നുണ്ട്. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ വാങ്ങിച്ച തത്തയാണ്. ഇപ്പോൾ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഈ വളയമാണ് തത്ത വലുതായപ്പോൾ സ്വാഭാവികമായും കാലിൽ കുടുങ്ങിയത്. എന്തായാലും മറ്റു പരിക്കുകളോ മറ്റോ ഒന്നും കൂടാതെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഈ തത്തയുടെ കാലിൽ നിന്നും ഈ വളയം മുറിച്ചു മാറ്റാൻ ഇപ്പോൾ പറ്റിയിട്ടുണ്ട്. സംഗീത. ശരി ശ്രീരാജ്.